Hi all, good morning. അപ്പോൾ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഡിസ്കസ് ചെയ്യാറ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ കൊടുത്തിട്ടുള്ളത്, എങ്ങനെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം, ഒരു 10 മാർക്കിന് എത്രത്തോളം എഴുതണം എന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു സെപ്പറേറ്റ് PDF തന്നെ ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിത് യൂട്യൂബിൽ ഫ്രീ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കൂടെ വിചാരിക്കുകയാണ്. ഇതിന്റെ നോട്ട് വേണ്ടവര് PsyQuesta ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിസ്കസ് ദ ബേസിക് കോൺസെപ്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് ഡിസംബർ 2020-ലും 2023-ലും 10 മാർക്കിന് വന്നിട്ടുണ്ട്. ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഏതൊക്കെയായിരുന്നു? നോമിനല്, ഓർഡിനല്, ഇന്റർവെല്, റേഷ്യോ സ്കെയിൽ. അപ്പോൾ സ്റ്റാറ്റിന് എഴുതിയ 3 മാർക്കും പിന്നെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് 7 മാർക്കാണ്. ഇനി എക്സ്പ്ലെയിൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. വീണ്ടും എക്സ്പ്ലെയിൻ ദ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് വിത്ത് സൂട്ടബിൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എലിസിഡേറ്റ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് 10 മാർക്കിന് പറഞ്ഞാൽ എത്രത്തോളം എഴുതണം? ഓക്കെ, 2010 ജൂണിലാണ് വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ജൂണിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടത്. നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റാറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സയൻസ് ഓഫ് ക്ലാസിഫൈങ്, ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ക്ലാസിഫൈ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഓൾസോ എക്സ്പ്ലെയിൻ ആസ് എ സയൻസ് that involves use of scientific and systematic method. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക്? In order to analyze numerical data related to a phenomena, then draw inferences and conclusions for the same. ഒരു ഫിനോമിനെ പറ്റിയിട്ട് ന്യൂമറിക്കൽ ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റ സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്ത് ആ പിന്നെ ഉത്തരത്തിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Statistics are also be defined as a mathematical science pertaining to collection, analysis, interpretation, and presentation of data. That is mathematical science, collection, analysis, interpretation, and presentation of a data. Okay, ആണല്ലോ. അപ്പൊ സ്റ്റാറ്റിനെ പറ്റിയൊരു 3 പോയിന്റ്സ്. ഇനി റിസർച്ച് എന്താണ്? Kerlinger defined scientific research as a systematic, controlled, empirical and critical investigation of natural phenomena guided by theory and hypothesis about perceived relations among such phenomena. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. ഒന്നുകൂടി പറയാം, സയന്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആണ്, കൺട്രോൾഡ് ആണ്. ഒരു കൺട്രോൾഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. എംപെരിക്കൽ ആണ്, ന്യൂമറിക്കൽ. ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒരു നാച്ചുറൽ ഫിനോമിന. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൺലൈൻ ഗെയിമിംഗ് കാരണം അഡോളസൻസിൽ മാനസിക പിരിമുറുക്കവും ലോൺലിനെസ്സും ഉണ്ടാവുന്നുണ്ടോ? അത് നാച്ചുറൽ ഫിനോമിനയാണ്. അത് നമ്മൾ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ കൺട്രോളിൽ എംപെരിക്കലി ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട സം മെയിൻ കോമ്പോണൻസ് ഓഫ് റിസർച്ച് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം വരുന്നുണ്ട്, ഹൈപ്പോതെസിസ് വരുന്നുണ്ട്, സാമ്പിൾ വരുന്നുണ്ട്, റിസർച്ച് ഡിസൈൻ വരുന്നുണ്ട്, ഡാറ്റ കളക്ഷൻ വരുന്നുണ്ട്, ഡാറ്റ അനാലിസിസ് എന്ന് വരുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ ആദ്യം 3 പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ സ്റ്റാറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ചെയ്ത് റിസർച്ച് എന്താണെന്ന് എഴുതി. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു സൈഡ് ഹെഡിങ് കൊടുത്താൽ വൃത്തി ഉണ്ടാവട്ടോ. എന്താണ്? റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു സൈഡ് ഹെഡിങ് കൂടി കൊടുത്ത സെറ്റാണ്. ഇനി എന്താണ് സ്റ്റാറ്റിക് റിസർച്ചിലുള്ള റോൾ? ഒരുപാട് റോൾ ഉണ്ട്, എല്ലാം ഇങ്ങനെ അക്കമിട്ട് പറയുന്നുണ്ട്. Okay, statistics plays an important role during various stages of research. റിസർച്ചിന്റെ പല സ്റ്റേജസിലും എന്തുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. For instance, while drawing a sample from population for research, statistics can be adequately used. കണ്ടോ, നമ്മൾ ഒരു പോപ്പുലേഷന് സാമ്പിളിനെ പിക്ക് ചെയ്യുന്നത് പോലും സ്റ്റാറ്റ് ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു ഹോൾ പോപ്പുലേഷനാണ് പോപ്പുലേഷൻ, അത് നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിൾസ്. അപ്പൊ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ സ്റ്റാറ്റ് ഉപയോഗിക്കാറുണ്ട്. സാമ്പിൾ സൈസ്, അത് എത്ര സാമ്പിൾ വേണം, എത്ര സാമ്പിളിന്റെ സൈസ് വേണം, 100 ആണോ 200 ആണോ തീരുമാനിക്കാൻ സ്റ്റാറ്റ്. സാമ്പിൾ സൈസ് ഓഫ് എ റിസർച്ച് can be determined with the help of statistics. Okay, certain formula can be computed
സാമ്പിൾ സൈസ് കമ്പ്യൂട്ട് ചെയ്യാൻ സ്റ്റാറ്റിൽ സർട്ടൻ ഫോർമുല പോലെ ഉണ്ട്. ഫർദർ ഇൻ ടെസ്റ്റ് ഡെവലപ്മെന്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും എന്തുപയോഗിക്കാം? സ്റ്റാറ്റി ഉപയോഗിക്കാം. ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ്, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ആ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്റ്റാറ്റി ഉപയോഗിക്കും. എവിടെയൊക്കെയാണ്? ആ ടെസ്റ്റിന് റിലയബിലിറ്റി ഉണ്ടോ, ആ ടെസ്റ്റിന്റെ വാലിഡിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ സ്റ്റാറ്റി ഉപയോഗിക്കാറുണ്ട്. ടെക്നിക്സ് ലൈക്ക് ഫാക്ടർ അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് എഫക്റ്റീവ് ടു റിഡക്ഷൻ ഓഫ് ഡാറ്റ റെഡ്യൂസ് ചെയ്യാൻ ഫാക്ടർ അനാലിസിസ് എന്ന സ്റ്റാറ്റി ഉപയോഗിക്കാം. That also finds application of developing psychological test. അതും സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഇനി സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ കുറച്ച് നിയമങ്ങളുണ്ട്. നോംസ് ഉണ്ടാക്കാനും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. Thus, statistics can play an important role in the test development process. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സ്റ്റാറ്റിയുടെ ഉപയോഗമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ, അതായത് ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ നമുക്ക് സ്റ്റാറ്റി ഉപയോഗിക്കാം. അതായത് എത്ര സാമ്പിൾ സാമ്പിളിന്റെ വേണം, അതാണ് സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് സ്റ്റാറ്റി ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റാറ്റിയുടെ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ കേസിൽ നമുക്ക് വളരെ വൃത്തിക്ക് സ്റ്റാറ്റി ഉപയോഗിക്കാം. ഒന്ന്, വാലിഡിറ്റിയും റിലയബിലിറ്റിയും കണ്ടെത്താൻ വേണ്ടി സ്റ്റാറ്റി ഉപയോഗിക്കാം. ഡാറ്റ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി ഫാക്ടർ അനാലിസിസ് എന്ന സ്റ്റാറ്റി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ നിയമങ്ങൾ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന സ്റ്റാറ്റി ഉപയോഗിക്കാം. സോ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ സെലക്ട് ചെയ്യാനും സൈക്കോളജിക്കൽ ടെസ്റ്റിലും സ്റ്റാറ്റിക്ക് പ്രാധാന്യം ഉണ്ട്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇതിനേക്കാളൊക്കെ വലിയ ഒരു എന്താണ് ഉപയോഗമാണ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ വിശദമായിട്ട് പറഞ്ഞു. അതായത് ന്യൂമറിക്കലി കിട്ടുന്ന ഡാറ്റ അനാലിസിസ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് സ്റ്റാറ്റി റിസർച്ചിൽ ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലേ ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് റോൾ ഇൻ അനലൈസിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ടഡ് ബൈ എ റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അതായത് ന്യൂമറിക്കലായിട്ട് കിട്ടുന്ന ഡാറ്റ അനലൈസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് റോൾ സ്റ്റാറ്റിക്ക് ഉണ്ട്. ദ ഡാറ്റ ക്യാൻ ബി ഓർഗനൈസ്ഡ്, ക്ലാസിഫൈഡ് ആൻഡ് അനലൈസ്ഡ് യൂസിംഗ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ techniques so that draw inferences and conclusion and helping decision making. എന്തൊക്കെയാണ്? ഓർഗനൈസ് ചെയ്യാൻ ഉപയോഗിക്കുക, പിന്നെ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുക, അതിനുശേഷം അനലൈസ് ചെയ്യാൻ, മൂന്നിനും ഉപയോഗിക്കുക. അതിനുശേഷം ഡിസിഷൻ മേക്കിംഗിലേക്ക് ഹെൽപ്പും കൂടെ ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. The result thus obtained can be meaningfully summarized and conclusion can be drawn and predictions can be made from the same. കേട്ടോ, മീനിങ്ഫുള്ളി ഈ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? സമ്മറൈസ് ചെയ്യാം. പിന്നെ ഓൺലൈൻ ഗെയിമിങ് അഡോളസൻസിൽ മാനസിക പിരിമുറുക്കവും ലോൺലിനെസ്സും ഉണ്ടാക്കുന്നുണ്ട്. പ്രെഡിക്റ്റ് ചെയ്യാം. കുറച്ചിട്ടില്ലെങ്കിൽ വരും തലമുറയ്ക്ക് മാനസിക പിരിമുറുക്കം കൂടാൻ ചാൻസ് ഉണ്ട്. കേട്ടോ, സ്റ്റാറ്റി വെച്ചിട്ട് ഓർഗനൈസ് ചെയ്തു, കാറ്റഗറൈസ് ചെയ്തു, അനലൈസ് ചെയ്തു, അതിനുശേഷം സ്റ്റാറ്റി ചെയ്തിട്ട് അനലൈസിന് ശേഷം ഉത്തരം കണ്ടെത്തി, ഉത്തരത്തിന് ശേഷം സമ്മറൈസ് ആൻഡ് കൺക്ലൂഷൻ മാത്രമല്ല, ഭാവി പ്രഡിക്ട് ചെയ്യാൻ ഞാൻ തന്നെ പോവാണെങ്കിൽ അഡോളസൻസിനൊക്കെ ഭയങ്കര പ്രശ്നമാവും. Both descriptive and inferential statistics can be used to analyze data. Data analyze ചെയ്യാന് descriptive statistics ഉപയോഗിക്കാം, inferential ഉപയോഗിക്കാം. With the help of statistics, the probability of error while drawing inference can all be determined, thus enhancing the degree of precision. അപ്പൊ മൂന്ന് ഉപയോഗം ഓൾറെഡി പറഞ്ഞു. എന്താണ്? പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസിനെ ഡ്രോൺ ചെയ്യാന്, രണ്ടാമത്തത് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ, മൂന്നാമത്തത് അനാലിസിസ്. ഇത് കൂടാതെ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഇറർ കുറയ്ക്കാനും സ്റ്റാറ്റി ഉപയോഗിക്കാം. ഇറർ കുറയ്ക്കുമ്പോൾ പ്രിസിഷന്റെ ഡിഗ്രി ഓഫ് പ്രിസിഷൻ കൂടും. With regard to descriptive statistics, the raw data can be classified and tabulated, and then measure the central tendency and measure of variability can be used to base on objectives of research. Raw data എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ 10 ആളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ? റോ ഡാറ്റയാണ്. ആ റോ ഡാറ്റ പിന്നെ എന്താണ് BPCC ഫസ്റ്റ് ഇയറിലെ ഒരു ഡാറ്റ, സെക്കൻഡ് ഇയർ ഒരു ഡാറ്റ, തേർഡ് ഇയർ ഒരു ഡാറ്റ, അങ്ങനെ ആക്കാം. അങ്ങനെ റോ ഡാറ്റ ക്ലാസിഫൈ ചെയ്യാം, അത് ടാബുലേറ്റ് ചെയ്യാം, എന്നിട്ട് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിച്ചിട്ട് മീൻ, മീഡിയൻ, മോഡൊക്കെ കണ്ടെത്താം. അത് ഓരോ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ചെയ്യാം. അത് കൂടാതെ ഡാറ്റ ഗ്രാഫാക്കാം. ഗ്രാഫാക്കി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാം. The data can be also graphically represented for effective presentation and easy understanding. ആണോ, എഫക്റ്റീവ് പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കാം? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉപയോഗിക്കാം. 2 or more sample subgroups can be compared. അത് കൂടാതെ 2 സാമ്പിൾ ഗ്രൂപ്പ്സ്, BAPS ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്, സെക്കൻഡ് ഇയർ, രണ്ടിനും ഞാൻ 10 പേരെ വെച്ചെടുത്തു. അവരുടെ മാർക്കുകളൊക്കെ കമ്പയർ ചെയ്യാൻ സ്റ്റാറ്റി ഉപയോഗിക്കാം. Further, statistics can also play a role when a researcher wants to predict one or more variable
of other. Predict ചെയ്യുക. ഓൺലൈൻ ഗെയിമിംഗ് കൂടിയാൽ എന്താണ് ലോൺലിനെസ് കൂടും, അല്ലെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ഓൺലൈൻ ഗെയിമിംഗ് കുറഞ്ഞാൽ മറ്റേത് കുറയും. അങ്ങനെ ഒന്ന് വെച്ച് മറ്റേതിനെ കമ്പയർ ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്റ്റാറ്റി ഉപയോഗിക്കാം. ഇനി സ്റ്റാറ്റിയുടെ ഒരു 2 പോയിന്റ്സ് കൂടി പറയുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് കാറ്റഗറൈസ് ഇൻടു പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും ഉണ്ട്. അസംഷൻസ് മീറ്റ് ചെയ്താൽ പാരാമെട്രിക്കും, മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നോൺ പാരാമെട്രിക്കും ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റാറ്റിയിൽ യൂണിവേരിയേറ്റ് ഉണ്ട്, ബൈവേരിയേറ്റ് ഉണ്ട്, മൾട്ടി വേരിയേറ്റ് ഉണ്ട്. ഒരു വേരിയബിൾ മാത്രമാണെങ്കിൽ യൂണിവേരിയേറ്റ്, 2 വേരിയബിൾസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എടുത്തത് മൾട്ടി വേരിയേറ്റ്. ഇപ്പൊ പിന്നെ ഓൺലൈൻ ഗെയിമിങ്ങും മാനസിക ഓൺലൈൻ ഗെയിമിങ്ങിനെ പറ്റി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അത്? യൂണിവേരിയേറ്റ്. ഓൺലൈൻ വേരിയേറ്റും മാനസിക സമ്മർദ്ദം രണ്ടാണ്, 2 വേരിയബിൾ. ഓൺലൈൻ ഗെയിമിംഗ് എന്നുള്ള ഒരു വേരിയബിള്, മാനസിക സമ്മർദ്ദം രണ്ടാമത്തെ ബൈവേരിയേറ്റ് ആണ്. പിന്നെ ഓൺലൈൻ ഗെയിമിങ്, മാനസിക സമ്മർദ്ദം, ലോൺലിനെസ് 2ൽ കൂടുതലാണുള്ളത് മൾട്ടി വേരിയേറ്റ് ആണ്. ഓക്കെ, അങ്ങനെ 3 തരത്തിലുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. യൂണിവേരിയേറ്റ്, ബൈ, അതായത് പിന്നെ ഒരു വേരിയബിൾ ഉള്ള റിസർച്ചിനാണെങ്കിൽ യൂണിവേരിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 2 വേരിയബിൾ ഉള്ള റിസർച്ചിനാണെങ്കിൽ ബൈവേരിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. 3 വേരിയബിൾ ഉള്ള റിസർച്ച് ആണെങ്കിൽ, അല്ലെങ്കിൽ 3-ലധികം വേരിയബിൾ ഉള്ള റിസർച്ച് ആണെങ്കിൽ മൾട്ടി വേരിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. Thus, Stati has a major and significant role in research. Research major and significant role ഉണ്ട്. ഒന്ന് ഓർത്ത് പറഞ്ഞേ. 10 പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് 2 പേജല്ലേ ഉള്ളൂ. നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി നോക്കിയാൽ ഇത് 4 സൈഡ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റാറ്റിയുടെ 3 പിന്നെ ഇൻട്രൊഡക്ഷൻ എഴുതി, റിസർച്ച് എന്താണെന്ന് എഴുതിയ ശേഷം ഒരു സൈഡ് ഹെഡിങ് കൊടുക്കുക, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ വാട്ട് റിസർച്ച്. അപ്പൊ എന്തൊക്കെയുണ്ട്? പല ഘട്ടത്തിലും സ്റ്റാറ്റിക്ക് റോൾ ഉണ്ട് റിസർച്ചിൽ. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? പോപ്പുലേഷൻ സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ സ്റ്റാറ്റി ഉപയോഗിക്കാറുണ്ട്, സർട്ടൻ ഫോർമുലയൊക്കെ വെച്ചിട്ട്. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ കേസിൽ റിലയബിലിറ്റി, വാലിഡിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഡാറ്റ റെഡ്യൂസ് ചെയ്യാൻ ഫാക്ടർ അനാലിസിസ് ഉപയോഗിക്കാറുണ്ട്. നോം ഡെവലപ്പ് ചെയ്യാൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനും ഉപയോഗിക്കാറുണ്ട്. പിന്നെ അനാലിസിസ്, ഒരു ക്വാണ്ടിറ്റി ഡാറ്റ പിന്നെ എന്താണ് ഓർഗനൈസ് ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനും അനാലിസിസ് ചെയ്യാനും, ആ അനാലിസിസിന്റെ ബേസിൽ നമുക്ക് കൺക്ലൂഷനും സമ്മറൈസേഷനും പ്രഡിക്ഷൻ ചെയ്യാനും പറ്റും. ഇൻഫറൻഷ്യലും ഡിസ്ക്രിപ്റ്റീവ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ അനാലിസിസ് ചെയ്യാം. എന്നിട്ട് എന്താക്കാം? ഇൻഫറൻസസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇറർ കുറയ്ക്കാം, അതുവഴി പ്രിസിഷൻ കൂട്ടാം. അതുപോലെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവരുടെ കേസിലാണെങ്കിൽ ടാബുലേഷനും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഓൾസോ ഗ്രാഫിക്കലി ഒരു ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ സ്റ്റാറ്റി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കാം 2 സാമ്പിൾസിനെ. ഒരു വേരിയബിൾ വെച്ച് മറ്റു വേരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് പാരാമെട്രിക്കും ഉണ്ട്, നോൺ പാരാമെട്രിക്കും ഉണ്ട്. അതുപോലെ തന്നെ യൂണിവേരിയേറ്റ്, ബൈവേരിയേറ്റ്, മൾട്ടിവേരിയേറ്റ്. ഒക്കെ പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് റിസർച്ചിൽ നല്ല റോള് ഉണ്ട് എന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിന് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഓർഗനൈസ് ചെയ്യും, അതെങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഡാറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നോക്കിക്കേ, ഡിസ്ക്രൈബ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്ലാസിഫിക്കേഷൻ എന്താണ്, ടാബുലേഷൻ എന്താണ്? രണ്ടിനെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ ക്ലാസിഫിക്കേഷനും വേണം, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ വേണം, ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ ടാബുലേഷനും വേണം, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ ടാബുലേഷനും വേണം. ഡിസ്ക്രൈബ് എനി 2 ടൈപ്സ് ഓഫ് ഗ്രാഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ ഡയഗ്രം. നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്, അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്റ്റീവ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. അതായത് എങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്തത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാനാണ്. Describe the steps in drawing a bar diagram with the help of a suitable diagram. Steps വെച്ചിട്ട് bar diagram പറയാൻ പറഞ്ഞിട്ടുണ്ട്. Explain classification and tabulation of quantitative and qualitative data. അവിടെ classification and tabulation നോക്കിക്കേ, പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2010 ഡിസംബറിൽ വന്നിട്ടുണ്ട്, 2020 ഡിസംബറിൽ വന്നിട്ടുണ്ട്, 2023 ഡിസംബറിലും വന്നിട്ടുണ്ട്. ആൻഡ് മേ ബി 2024 ഡിസംബറിലും വരാനുള്ള ചാൻസ്.
ഇനി എക്സ്പ്ലെയിൻ ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ ഡയഗ്രാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ കുറെ ഡയഗ്രാംസ് വരയ്ക്കാന് അതുപോലെ തന്നെ സ്റ്റെപ്സ് എഴുതാനൊക്കെ ഉണ്ട്. അത് നമ്മൾ ഹാൻഡ് റിട്ടൺ നോട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നു കേട്ടോ. അപ്പോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് നോക്കാമേ. ഒരു മിനിറ്റ്. ഫസ്റ്റ് ചാപ്റ്റർ അത്രയും വിശദമായിട്ട് നമ്മൾ എടുത്തു കേട്ടോ. ഇന്നും അതിൽ നോക്കാനില്ല. ഈ സെക്കൻഡ് ചാപ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ എന്താണ്? ഡാറ്റ ഓർഗനൈസേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ ആദ്യത്തെ ടോപ്പിക് നോക്കിക്കേ. നമുക്ക് 10 മാർക്കിന് എന്താണ് വേണ്ടത്? ക്ലാസിഫിക്കേഷനും വേണം, ടാബുലേഷനും വേണം. എന്തിന്റെ? ക്വാണ്ടിറ്റേറ്റീവിന്റെയും വേണം, ക്വാളിറ്റേറ്റീവ്. അതെന്താണ് ക്വാണ്ടിറ്റേറ്റീവ്, എന്താണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കാറ്റഗറി ആണ് പറഞ്ഞത്. പിന്നെ ആണ്, പെണ്ണ്, അല്ലെ? പിന്നെ നീളം കുറഞ്ഞവൻ, നീളം കൂടിയവൻ, അതൊക്കെ കാറ്റഗറിയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, വെളുത്തവൻ, കറുത്തവൻ, മിഡിൽ, അങ്ങനെയൊക്കെ, അത് ക്വാളിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റി ആണെങ്കിലോ 58 കിലോ വെയിറ്റ്, അത് ക്വാണ്ടിറ്റിയാണ്. 10 സെന്റിമീറ്റർ നീളം, അത് ക്വാണ്ടിറ്റിയാണ്. 2 ലിറ്റർ വെള്ളം, അത് ക്വാണ്ടിറ്റിയാണ്. അപ്പം 2 തരത്തിലുള്ള ഡാറ്റയും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യല്, ടാബുലേറ്റ് ചെയ്യല് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഒത്തിരി ഉണ്ട്. നമുക്ക് ഇത്രത്തോളം എഴുതുന്ന 10 മാർക്കിന് ഇത് ആസ് സിമ്പിൾ ആയിട്ട് കുറച്ചിട്ട് വേണം എഴുതാനായിട്ട്. കാരണം ഇത് ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ ഫുള്ള് പറയും. നിങ്ങൾ പോയിന്റ്സ് വൈസ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നു. പോയിന്റ്സ് വൈസ് ഞാൻ പറഞ്ഞു തന്നു 10 മാർക്കിന് എത്ര എഴുതണം. ഓക്കെ, ആദ്യം 2 പോയിന്റ് നമ്മൾ എന്ത് എഴുതണം? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എങ്ങനെയാണെന്നുള്ളത് എഴുതണം. എനി ഡാറ്റ ക്യാൻ ബി ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. കാരണം ക്വാളിറ്റേറ്റീവ് ആവാം, ക്വാണ്ടിറ്റേറ്റീവ് ആവാം. Qualitative data measures of types and are denoted by name, symbol, number. Qualitative data name ആയിരിക്കും. എന്ത്? പിന്നെ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, ബൈസെക്ഷൽ, ലെസ്ബിയൻ, അങ്ങനെയൊക്കെ സിമ്പിൾ ആയിരിക്കും അല്ലെ? സിമ്പിളിലൂടെ നമുക്ക് പറയാം. നമ്പർ കോഡും കൊടുക്കാം. There are types of information that have features that cannot be measured. മെഷർ ചെയ്യാൻ പറ്റാത്ത ഫീച്ചർ ഉള്ള ഡാറ്റനെയാണ് നമ്മള് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. or are found to be estimate. Okay, estimate ചെയ്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഡാറ്റ അബൌട്ട് കാറ്റഗറിയൽ വേരിയബിൾസ്. കണ്ടോ? കാറ്റഗറിയൽ വേരിയബിൾസ് ഉള്ളതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. Okay, some examples of qualitative data are smoothness of your skin. നമ്പർ വെച്ച് പറയാൻ പറ്റുമോ? കളർ ഓഫ് യുവർ ഐസ് നമ്പർ വെച്ച് പറയാൻ പറ്റുമോ? ടെക്സ്ചർ ഓഫ് യുവർ ഹെയർ, സോഫ്റ്റ്നെസ് ഓഫ് യുവർ പാം, ഇതൊന്നും നമ്പർ വെച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്വാളിറ്റിയിൽ ഫീച്ചർ ആയിട്ടാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. നേരെ മറിച്ച് whereas quantitative data states information about quantity, that is information that can be measured and written down with number. മെഷർ ചെയ്യാം, നമ്പർ വെച്ച് എഴുതാം. Quantitative classification refers to the classification of data according to some characteristics that can be measured. മെഷർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ? എക്സാമ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ വെയിറ്റ്, ഹൈറ്റ്, ഷൂ സൈസ്, ദ ലെങ്ത് ഓഫ് ദി ഫിംഗർ നെയിൽ, ഇൻകം, സെയിൽസ്, പ്രോഫിറ്റ്, പ്രൊഡക്ഷൻ, എക്സെട്രാ. ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാം. In descriptive statistics, classification and tabulation of data, whether qualitative or quantitative, are 2 important functions that will help the researcher in the organization of data in a better manner so that further statistical analysis can be carried out. ഇത്രയും മതി. അതായത് സ്റ്റാറ്റിയുടെ കേസിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ടേബിൾ ആക്കാൻ, ക്ലാസിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്ലാസിഫൈ ചെയ്ത് ടേബിൾ ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അനാലിസിസ് വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് എന്താണ്, ക്വാളിറ്റേറ്റീവ് എന്താണെന്ന് എഴുതാം. ഇനി എന്താണ് ടാബുലേഷൻ, ക്ലാസിഫിക്കേഷൻ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലാസിഫൈ ചെയ്ത് ടേബിൾ ആക്കി കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്.
ഓക്കെ ആണോ? അപ്പൊ ഒരു 4 പോയിന്റ് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ മാക്സിമം എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ, സോറി എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, കുറച്ച് എക്സാമ്പിൾ, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, കുറച്ച് എക്സാമ്പിൾ, പിന്നെ ഈ ഒരു പോയിന്റ് കൂടി എഴുതി വെക്കുക. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗം അങ്ങോട്ട് ക്ലിയർ ആയി. ഇനി പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ? കുറെ മാർക്ക് നമുക്ക് കിട്ടി. ഇത് 10th എയിലെ കുട്ടികളതും 10th ബിയിലെ കുട്ടികളതാണ്. 10th എയിലെ ബോയ്സിന്റെ മാർക്ക്, ഗേൾസിന്റെ മാർക്ക്, 10th ബിയിലെ ബോയ്സിന്റെ മാർക്ക്, ഗേൾസിന്റെ മാർക്ക്, ഇങ്ങനെ ആക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. The data classification is a method of organizing data into group for its most effective and efficient use. കിട്ടിയിട്ടുള്ള കുറെ എണ്ണത്തിന് നമുക്ക് എന്താ ഗ്രൂപ്പ് ആക്കി മാറ്റാം. എന്തിനു വേണ്ടിയിട്ട്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ. അതായത് ഒരു ഗ്രൂപ്പ് ആക്കി തരം തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ കുറെ നമ്പേഴ്സ് ഇങ്ങനെ വാരി വലിച്ചിടുന്നതിന് പകരം 10 ഏലെ പെൺകുട്ടികളുടെ മാർക്ക്, 10 ഏലെ ആൺകുട്ടികളുടെ മാർക്ക്, 10 ബിയിലെ പെൺകുട്ടികളുടെ മാർക്ക്, 10 ഏലെ ആൺകുട്ടികൾ, 10 ബിയിലെ ആൺകുട്ടികളുടെ മാർക്ക്, നമ്മൾ അങ്ങനെ ഒരു എന്തായി ഒരു ഗ്രൂപ്പായിട്ട് കിട്ടും. Well-planned data classification system make vital data easy to find and retrieve whenever required. ഒരു well-planned ആയിട്ടുള്ള ഡാറ്റ ക്ലാസിഫിക്കേഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ് അത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് നമുക്ക് വേണ്ടപ്പോഴൊക്കെ റിട്രീവ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. The process of ordering data into homogeneous group or classes according to some common characteristics present in data is called ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? അതായത് കിട്ടിയ ഡാറ്റ ഓരോ ഹോമോജീനിയസ് ഗ്രൂപ്പ് എന്താണ്. ഇപ്പൊ നമുക്ക് 10th എയിലെ ബോയ്സ് അവരെല്ലാരും ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പാണ്. 10th എയിലെ ഗേൾസ്, 10th ബിയിലെ ബോയ്സ്, 10th ബിയിലെ ഗേൾസ്. ഇത്തരത്തില് ഹോമോജീനിയസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആക്കി മാറ്റുന്നത്. എന്നിട്ട് എങ്ങനെയാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, 10th എയിലെ ബോയ്സ് എന്നുള്ളത് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ ആക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, for example, it is a common exercise that during the process of sorting letters in a post office, കണ്ടോ, ഒരു പോസ്റ്റ് ഓഫീസിലെ ലെറ്റേഴ്സ് സോർട്ട് ചെയ്യുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയാം. The letters are classified according to cities and further arranged according to street and other details. ആദ്യം അവരെന്താ സിറ്റീസില്, കോഴിക്കോട് അങ്ങനെ സിറ്റീസിലാണ്, പിന്നെ അവരെന്താ പോലെ സ്ട്രീറ്റ് അനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ. കുറേ കത്തുകള് ആദ്യം ഓരോ സിറ്റി ആക്കും, പിന്നെ അത് സ്ട്രീറ്റ് ആക്കും, എന്നിട്ട് അതത് പോസ്റ്റ്മാൻമാർ അത് കൊണ്ടുപോകും. So that it becomes easier to deliver the letters to its destination. In the context of research, the data collected by the researcher is arranged in format that will help him or her draw conclusion. Conclusion എത്താൻ പറ്റുന്ന ഫോർമാറ്റ് ഈ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ ഏത് വിഭാഗത്തിനാണ് ഏറ്റവും മാർക്ക്. അപ്പൊ നമുക്ക് പറയാം 10th ബിയിലെ ഗേൾസിനാണ് ഏറ്റവും പഠിക്കുന്നത്, 10th എയിലെ ബോയ്സ് ആണ് ഏറ്റവും പഠിക്കാത്തത്. ഈ ഒറ്റ ഡാറ്റ നമുക്ക് അതൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഏറ്റവും മാർക്കുള്ള കുട്ടി 10th എയിലെ ഗേൾ ആണ്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറ്റും, കൺക്ലൂഷൻ നൽകാൻ വേണ്ടി പറ്റും. Basically, classification involves sorting data based on similarities. Similarities, 10th എയിലെ ബോയ്സ് സിമിലർ ആയിട്ടുള്ള ആൾക്കാർ, 10th ബിയിലെ ഗേൾസ് സിമിലർ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ അനുസരിച്ചിട്ട് സോർട്ട് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. Once the data is classified, the researcher can proceed with the further statistical analysis and decision making. ഈ ഡാറ്റ ക്ലാസിഫൈ ചെയ്താൽ മാത്രമേ അനാലിസിസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ, ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ അടുത്ത ചാപ്റ്റർ മുതൽ ചെയ്യാനുള്ള എല്ലാ സ്റ്റാറ്റിലും മിക്കതും ക്ലാസിഫൈ ചെയ്യാനുള്ള ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിയിലേക്ക്. എന്താണ് ക്ലാസിഫിക്കേഷൻ? ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പോ ക്ലാസ്സോ ആക്കിയിട്ട് നമ്മളെ ഡാറ്റയെ മാറ്റുന്നത് അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ക്ലാസിഫിക്കേഷൻ. ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് പറയാം, പോസ്റ്റ് ഓഫീസിൽ കുമിഞ്ഞു കൂടിയിരിക്കുന്ന ലെറ്റേഴ്സ് അതൊന്ന് സിറ്റി ആക്കി ആദ്യം ക്ലാസിഫൈ ചെയ്തു, പിന്നെ പല സ്ട്രീറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ഈസി ആവും ഡെലിവർ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ മാം. വെരി ഗുഡ്. Okay, the main objectives of classification are as follows. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഒബ്ജക്റ്റീവ്സ്? The data is presented in a concise format. ഒരു കൺസൈസ് ഒരു വലിയൊരു ഡാറ്റ കൺസൈസ് ഫോമിലേക്ക് ആകാം. The raw data as such has no meaning, but once it is classified, it will reflect some meaning. കണ്ടോ, ഈ റോ ഡാറ്റയ്ക്ക് ഒരു മീനിങ് ഇല്ല, കുറേ മാർക്കാണ്, പക്ഷെ 10th എയിലെ ആൺകുട്ടികൾ, 10th എയിലെ പെൺകുട്ടികൾ, 10th ബിയിലെ ആൺകുട്ടികൾ, 10th ബിയിലെ പെൺകുട്ടികൾ, മീനിങ് പോലും വരും. Classification help in identifying the similarities and diversities in data.
ഇങ്ങനെ എഴുതിയാൽ മതി. 10 മാർക്കിന് വളരെ നീട്ടണ്ട. സിമിലാരിറ്റീസും ഡൈവേഴ്സിറ്റിയും മനസ്സിലാവാൻ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, based on the marks obtained in English test, students can be grouped into those obtaining 76 to 100. നമുക്ക് എന്താ സിമിലാരിറ്റി മാർക്ക് തരാൻ പറ്റും. അതായത് ഈ ഒരു ഡാറ്റ നമുക്ക് ഇങ്ങനെയാക്കാം. 70 കൂടുതൽ മാർക്ക് കിട്ടിയവര്, 50 കുറഞ്ഞത് കിട്ടിയവര്, അങ്ങനെ സിമിലാരിറ്റിയുടെ ഡിഫറൻസിറ്റിയുടെ ബേസിസിലും നമുക്ക് ഐഡന്റിഫിക്കേഷൻ ആക്കും ക്ലാസിഫൈ ചെയ്താല്. മൂന്നാമത് ക്ലാസിഫിക്കേഷൻ ഓൾസോ ഹെൽപ്പ് ഇൻ കമ്പാരിസൺ. ഞാൻ ഓൾറെഡി പറഞ്ഞു ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, ഏത് ക്ലാസ്സിനാണ് ഏറ്റവും കുറവ് മാർക്ക് എന്നൊക്കെ ക്ലാസിഫിക്കേഷനിലൂടെ കണ്ടെത്താം. അതുപോലെ ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉപയോഗിക്കാം, ക്വാണ്ടിറ്റേറ്റീവിനും ഉപയോഗിക്കാം. ഈ ഇത്ര എഴുതിയാൽ പറ്റുമോ, നീട്ടി വലിക്കണ്ട. എന്തുകൊണ്ടാണ്? നമുക്ക് 10 മാർക്കിനാണെങ്കിൽ ടാബുലേഷനും കൂടി എഴുതിയാലേ 10 മാർക്ക് കിട്ടുള്ളൂ. ടാബുലേഷന് കുറെ പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വിശദമായിട്ട് എഴുതാം വിത്ത് ദിസ് പോസ്റ്റ് ഓഫീസ് എക്സാമ്പിൾ. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഡാറ്റ ഇസ് പ്രസന്റ് ഇൻ എ കൺസൈൻസ് ഫോം. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഹെൽപ്പ് ഇൻ ഐഡന്റിഫൈങ് സിമിലാരിറ്റീസ് ആൻഡ് ഡൈവേഴ്സിറ്റീസ് ഇൻ ദ ഡാറ്റ. Classification also helps in comparison. Classification can be carried out for both qualitative as well as quantitative data. Okay ആണോ? Okay ആണോ? Very good. ഇനി tabulation എന്താണെന്നാണ് പറയുന്നത്. Tabulation is the process of insertion of classified data into tabular form. കണ്ടോ? ഒരു ക്ലാസിഫൈഡ് ഡാറ്റ ടേബിൾ ആക്കുന്നതിനെയാണ് നമ്മൾ, ആ ക്ലാസിഫൈ ചെയ്ത ഡാറ്റ നമ്മൾ ടേബിൾ ആക്കാണ്. GHSS സ്കൂൾ എന്നുള്ളത്. ഓക്കെ, 10th A, 10th B. Girls, boys, girls. A table is a systematic arrangement of a statistical data in rows and columns. റോസിലും കോളംസിലും ആക്കിയിട്ട് അറേഞ്ച്. ഇതാണ് റോസ്, ഇത് കോളംസ്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ. റോസ് ആർ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആണ്. ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആണ് റോസ്. വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആണ് കോളംസ് എന്ന് പറയുന്നത്. It may be simple, double, or complex depending upon the type of classification used for various purpose at any given time by individual. Simple ഒരു ടേബിൾ ആക്കാം, ഡബിൾ ടേബിൾ ആക്കാം, കോംപ്ലക്സ് ടേബിൾ ആക്കാം. അത് ക്ലാസിഫിക്കേഷൻ എങ്ങനെ നടന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ടേബിൾസ് ആർ ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് എനി റിസർച്ച് റിപ്പോർട്ട് ഓർ തീസിസ്. ഒരു റിസർച്ച് റിപ്പോർട്ടിംഗ്, പ്രോജക്റ്റോ റിസർച്ചോ തീസിസോ എന്ത് ചെയ്യുകയാണെങ്കിലും ടേബിൾ അതിൽ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പൊ എന്തൊക്കെയാണ് ടേബിളില്? ടേബിൾ നമ്പർ വേണം. ഇതിനൊക്കെ ഓരോ പോയിന്റ് എഴുതിയാൽ കേട്ടോ. എനി ടേബിൾ നീഡ്സ് ടു ഹാവ് എ ടേബിൾ നമ്പർ. ഒരു ടേബിൾ നമ്പർ വേണം. ടൈറ്റിൽ ഓഫ് ദി ടേബിൾ വേണം. ഈ ടേബിൾ നമുക്ക് ടൈറ്റിൽ നോക്കാം. മാർക്സ് ഓഫ് ദി സ്റ്റുഡൻസ് ഓഫ് 10th A and B എന്നൊരു ടൈറ്റിൽ കൊടുക്കാം. ബിസൈഡ്സ് ടേബിൾ നമ്പർ, എ ടേബിൾ ഷുഡ് ഓൾസോ ഹാവ് എ ടൈറ്റിൽ ദാറ്റ് ഷുഡ് ബി സ്പെസിഫിക് ഇൻ നേച്ചർ ആൻഡ് ഷുഡ് ഇൻ ഷോർട്ട് റിഫ്ലക്ട് വിത്ത് ദാറ്റ് ടേബിൾ is about. ആ ടേബിളിനെ പറ്റിയിട്ട് ഷോർട്ട് ആയിട്ട് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈറ്റിലും നിർബന്ധമാണ്. മൂന്നാമത്തതാണ് ക്യാപ്ഷൻസ് ആൻഡ് സ്റ്റെപ്സ്. Any table will have rows and columns based on its contents. റോസും കോളംസ് ഉണ്ടാവും. ആ റോസിന്റെയും കോളത്തിന്റെയും ഹെഡിങ്ങിനെയാണ് ക്യാപ്ഷൻ ആൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. The heading given by column are termed as caption. കോളത്തിന് കൊടുക്കുന്ന ഹെഡിങ്ങിനെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയാം. കോളത്തിന് ഇവിടെ എഴുതുന്നതാണ്. ഇനി ഇങ്ങനെ എഴുതുന്നതിനാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Whereas steps are the heading given to rows. റോസിന് കൊടുക്കുന്ന ഹെഡിങ് ആണ് സ്റ്റെപ്പ്. ഇനി ബോഡി ഓഫ് ദി ടേബിൾ. Body of the table is the main part of the table and reflect the numerical information that is collected based on data. Data collect ചെയ്തിരിക്കുകയാണ് body എന്ന് പറയുന്നത്. അതിലുള്ള നമ്പേഴ്സിനെയാണ് body. ഇനി head note. Table have head note which could be written in extreme right below the title and these provide information about unit of measurement. ടൈറ്റിൽ തൊട്ടതായിട്ട് ഹെഡ് നോട്ട് എഴുതും. അതായത് ആ ടൈറ്റിലിനെ സംബന്ധിച്ച യൂണിറ്റ്, മെഷർമെന്റ് സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ അങ്ങനെയുള്ള എന്തെങ്കിലും യൂണിറ്റ്സ് ഒക്കെ എഴുതാനുണ്ടെങ്കിൽ ആ പിന്നെ ടൈറ്റിലിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ എഴുതുന്നതാണ് ഹെഡ് നോട്ട്. ഫുട് നോട്ട് എന്ന് പറയുന്നത് അടിയിൽ എഴുതുന്നതാണ് കേട്ടോ. ദർ ആർ റിട്ടൺ ബിലോ, അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ താഴെ എഴുതും. These are written below the table and may display crucial information about the information given in caption. Caption studyയിലേക്ക് എന്തെങ്കിലും crucial detail നമ്മൾ എന്തായിട്ട് കൊടുക്കും? ഫുട് നോട്ട് ആയിട്ട്. Last but not least, source of data. Source of data can be mentioned below the table. ടേബിളിന്റെ below. Table number 2, 3. രണ്ടാമത്തെ പാഠത്തിലെ മൂന്നാമത്തെ ടേബിൾ. അതിനെയാണ് which clarifies the data.
ഇത്രയും കാര്യങ്ങളും കൂടാതെ ഇതൊക്കെ ഒരു ടേബിൾ ആണ്. ഒരു ടേബിൾ വരച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ടേബിൾ 2 പെർസെന്റേജ് മെയിൽ അങ്ങനെ കൊടുത്തിട്ട് ഒരു ടേബിൾ. എന്നിട്ട് ഇത് വേണമെങ്കിൽ കാണിക്കാം. എന്താണ് ടൈറ്റിൽ, ക്യാപ്ഷൻ, സ്റ്റഡ്, ഇതൊക്കെ ക്യാപ്ഷനാണ്. ഇത് സ്റ്റബ് ആണ് കണ്ടോ എന്ന് കാണിക്കുന്ന രീതിയിൽ എഴുതി വെക്കുക. ഫുട് നോട്ട് സോഴ്സും എഴുതി വെച്ചാൽ മാർക്ക് ഷുവർ. അത് കൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. സിംപ്ലിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ റെഡ്യൂസ് ദ മാസ് ദാറ്റ് ഇസ് ദ സൈസ് ഓഫ് ദി ഡാറ്റ പ്രസന്റ് ദ ഡാറ്റ സിംപ്ലസ്റ്റ് പോസിബിൾ. കേട്ടോ, ക്ലാസിഫിക്കേഷനിലൂടെയും ടാബുലേഷനിലൂടെ എന്ത് ചെയ്യാം, ഒരു ഡാറ്റയെ സിമ്പിൾ ആക്കി മാറ്റാം. അതുപോലെ കമ്പാരിസൺസ്, ഇറ്റ് എനേബിൾ ക്വിക്ക് കമ്പാരിസൺസ് ഫോർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഷോയിങ് റോസ് ആൻഡ് കോളംസ്. ഇൻഫർമേഷൻ ക്യാൻ ഈസിലി റെഫർ. ഈ 3 പോയിന്റ് ശരിക്കും കൺക്ലൂഷൻ പോലെ എഴുതിയ. ടേബിൾ എന്ന് പറഞ്ഞത് ആ ഡാറ്റനെ ഒരു സിസ്റ്റമാറ്റിക് വേയില് ടേബിൾ ആക്കുന്നതിനാണ് ടാബുലേഷൻ. അത് റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് ടാബുലേഷൻ. ടേബിളിന് എന്തൊക്കെ വേണം എന്റെ കൂടെ പറഞ്ഞേ? ടേബിൾ നമ്പർ വേണം, ടൈറ്റിൽ ഓഫ് ദി ടേബിൾ വേണം, ക്യാപ്ഷൻസ് ആൻഡ് സ്റ്റബ്സ്. എന്താണ് ക്യാപ്ഷൻ? കോളത്തിന്റെ ഹെഡിങ് ആണ് ക്യാപ്ഷൻ, റോന്റെ ഹെഡിങ് ആണ് സ്റ്റബ്. പിന്നെ ബോഡി ഓഫ് ദി ടേബിൾ, ഹെഡ് നോട്ട്, ഫുട് നോട്ട്, സോഴ്സ് ഓഫ് ഡാറ്റ. ഇത് ഒരു എക്സാമ്പിൾ വരച്ചും കൂടി വെക്കാം. കൺക്ലൂഷൻ ആയിട്ട് സിമ്പിൾ ആക്കുന്നുണ്ട്, കമ്പാരിസൺ ഉണ്ട്. ഇത് പേജ് നിറയ്ക്കാൻ വേണ്ടി എഴുതാം. ഓൾറെഡി 4 സൈഡ് ഫിൽ ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അവോയ്ഡ്. ഓക്കെ ആണോ? ഓക്കെ മാം. അപ്പോ സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻസ് നാളെ ഇല്ല. നാളെ ദീപാവലിയാണ്. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഹാപ്പി ദീപാവലി. അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളിയാഴ്ച വീണ്ടും കാണും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് മീ Abdul Nafi signing off. Bye and take care. Thank you, ma'am.